എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ അവസാനം കണ്ടത് ആകാശാണെങ്കിൽ മീനാക്ഷിയെ കാണാനായിട്ട് രാത്രി ജനലിലേ വരുവാണ്. ആ സമയത്ത് അൻസുറി തെറ്റിദ്ധരിച്ചു കള്ളനാന്ന് വിചാരിച്ച് കിടന്ന് അലറി വിളിക്കുവാണ്. ബാലനും ഗോമതിയും ആനന്ദും ധർമ്മനും എല്ലാവരും ഓടി ഇറങ്ങി വന്നു. കള്ളൻ എവിടെയാന്ന് ചോദിച്ചാൽ അവരവരെ നോക്കുവാണ്. കള്ളനെയും കാണുന്നില്ല. ഈ സമയം അനുസരിച്ച് പറഞ്ഞു ഞാൻ കണ്ടാന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു മോൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറയാം. മീനാക്ഷിക്ക് അറിയാതെ ആകാശം എന്നുള്ള കാര്യം, പക്ഷെ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. തന്നെ കാണാൻ വന്ന ജനലരികയിൽ നിന്നെങ്ങാനും അറിഞ്ഞ പിന്നെ അത് മതി അടുത്ത പ്രശ്നം ഉണ്ടാകാനായിട്ട്. അതുകൊണ്ട് മീനാക്ഷി ഒന്നും മിണ്ടിയില്ല. ബാലൻ പറഞ്ഞു ഞാൻ നോക്കാന്ന് പറയണം. ആനന്ദ് പറഞ്ഞു അച്ഛൻ നോക്കണ്ട, ഞങ്ങൾ നോക്കാം. വേണ്ടെന്നേ, ഞാൻ നോക്കാന്ന് പറഞ്ഞ് ലൈറ്റ് അടിച്ച് നോക്കണം. അങ്ങനെ ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോ അവിടെ പമ്മി ഇരിക്കുന്ന തലവഴി മുണ്ടിട്ട് ഒരാള്. ആഹാ, നീ ഇവിടെ വന്ന് പമ്മി ഇരിക്കുവാണോ എന്ന് ചോദിച്ചിട്ടും ബാലൻ അങ്ങോട്ട് ചെന്ന് അവനെ അടിച്ചിങ്ങ് തിരിക്കുവാണ്. അവര് പുറത്തടിച്ചിട്ടങ്ങ് തിരിക്കുവാണ്. തിരിഞ്ഞു കഴിഞ്ഞാൽ ആ മുഖം കണ്ട് ഒരു നിമിഷം ബാലൻ ഞെട്ടിപ്പോയി. കാരണം അത് ആകാശായിരുന്നു. ആകാശനെ കണ്ട് നീ എന്താണ് ഇവിടെ എന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അച്ഛാ, ഞാന് ആനന്ദിനും ധർമ്മനും കാര്യം മനസ്സിലായി. കള്ളനാന്ന് അനുസരിച്ച് തെറ്റിദ്ധരിച്ചിരുന്ന ജനലിന്റെ അരികെ വന്നു കഴിഞ്ഞപ്പം ഗോമതിച്ച് നീ എന്താടാ ഈ കള്ളനെ പോലെ പാത്തും പതുങ്ങി ഇവിടെ നടക്കണേ. പെട്ടെന്ന് ആകാശന്റെ മുഖം കഴിഞ്ഞു. മീനാക്ഷിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഈ സമയത്ത് അനുസരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകാശ് പറഞ്ഞു ഞാൻ അത് പിന്നെ ധർമ്മം പറഞ്ഞു ഒരുപക്ഷെ മീനാക്ഷിനെ കാണാൻ വന്നായിരിക്കും. അളിയൻ കേറിപ്പോന്ന് പറയണം. കേറിപ്പോനോ? ഇവര് നാണമില്ല ഇങ്ങനെ ഭാര്യയുടെ മുറിയുടെ അവിടെ ഒന്ന് പമ്മി നിൽക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇമാതിരി പരിപാടിയായിട്ട് ഇവിടെ ഇറങ്ങിയേക്കല്ലേ. പറഞ്ഞു കേട്ടല്ലോ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് നിനക്ക് നാണമില്ലാടൻ ചോദിച്ചോണ്ട് പറഞ്ഞിട്ട് ബാലനും കൂടെ അകത്തേക്ക് കയറിപ്പോവാ. ആകെപ്പാണ് നാണം കെട്ടൊരു അവസ്ഥയായിപ്പോയി. ആകാശിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. മീനാക്ഷിക്ക് സങ്കടം വന്നു. തന്നെ കാണാൻ വേണ്ടി പാവം വന്ന് എന്നിട്ടോ നല്ല ചീത്ത കേൾക്കുകയും ചെയ്തു. ഗോമതി പറഞ്ഞു നല്ല കഥയായിപ്പോയി എന്ന് പറഞ്ഞ് ഗോമതിയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പോണം. അനുസരി മീനാക്ഷി സോറി ചേച്ചി, എനിക്കറിയില്ലായിരുന്നു ആകാശേട്ടനാന്ന്. അന്ന് ചേച്ചിക്ക് ഒരു വാക്കിനോട് പറയാൻ മേലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കിടന്ന് നിലവിളിക്കില്ലായിരുന്നല്ലോ. എനിക്ക് അറിയത്തില്ലാത്തോണ്ട് പറ്റിപ്പോയതല്ലേ നിൽക്കാം. സാരമില്ല മോടെ, പോട്ടേന്ന് പറയണം. ചേച്ചി വാ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് കയറി പോകണം. ഈ സമയത്ത് ആനന്ദ് പറഞ്ഞു നീ എന്ത് പരിപാടിയാടെ കാണിച്ച, നീ എന്തിനാ അവിടെ പതുങ്ങിയിരുന്നെന്ന് ചോദിക്കാം. അല്ലെ പിന്നെ കള്ളം കള്ളെന്ന് പറഞ്ഞ് നിലവിളിച്ചോടും. പിന്നെ എനിക്ക് എങ്ങോട്ട് ഓടണം അറിയില്ലായിരുന്നു. അകത്തേക്ക് കയറി ഓടാൻ പറ്റില്ല. അതുകൊണ്ടാ. നിനക്കെന്താ, നിനക്ക് അങ്ങോട്ട് കയറി വന്നാൽ തന്നെയായിരുന്നു കുഴപ്പം. അല്ലെങ്കിൽ പിന്നെ കള്ളെന്ന് പറഞ്ഞപ്പം നിനക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ തന്നെയായിരുന്നു കള്ളനല്ല ഞാനായിരുന്നു ഭാര്യനെ കാണാൻ വേണ്ടി വന്നാന്ന്. പിന്നെ അങ്ങ് ചെന്ന് പറഞ്ഞു കൊടുത്താലും മതി, ഇപ്പൊ കിട്ടും ബാക്കിയെല്ലാം കൂടെ. ആനന്ദ് പറഞ്ഞു എന്തൊരവസ്ഥയാണ് അത്. കല്യാണം കഴിച്ചിട്ട് ഭാര്യനെ കാണണമെങ്കിൽ കള്ളനെ പോലെ പതുമി ജനലരിയിൽ വന്നിരിക്കണം. ഓ രക്ഷപ്പെട്ടു. ഈ സമയത്ത് ധർമ്മം പറഞ്ഞു ഇതുകൊണ്ടൊക്കെയാ ഞാൻ കല്യാണം കഴിക്കാത്ത. ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് പറയാം. ബാ ഇനി ഇവിടുന്ന് നിറങ്ങണ്ട, മുറി അവിടെ പോയി കിടക്കാന്ന് പറഞ്ഞിട്ട് കയറി പോവാണ് ആകാശനും കുട്ടി. ആകാശനും വല്ലാത്ത സങ്കടമായിപ്പോയി. പാവം മീനാക്ഷി, അവൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നേ. സാരമില്ല, ഇനി ദിവസങ്ങളുണ്ടല്ലോ. ആ ഒരു പ്രതീക്ഷയോടെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പം മിത്ര രാവിലെ ഒരുങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പം നന്ദിനി വിധിച്ചു നീ എങ്ങോട്ടാ മോളെ പോണേന്ന് ചോദിക്കണം. അല്ലമ്മ എനിക്ക് പുറത്ത് വരെ പുറത്തെങ്ങോട്ടാ? അമ്മേ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ തയ്യാറാക്കാറുണ്ട്. എന്ത് പ്ലാനാ തയ്യാറാക്കണേ? ഈ സമയത്ത് ഗോമതിയുടെ അമ്മയും രാജേശ്വരിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അല്ല മോളെ നീ എന്താ പരിപാടിയെ കാണിക്കാൻ പോണേ? അവനെടുത്തിട്ടുണ്ടല്ലോ പുറത്തിറങ്ങിയേക്കുന്ന ആര്യന്, അവനെ വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഈ സമയം മുത്തശ്ശി പറഞ്ഞേ മിത്ര നീ വേണ്ടാത്ത പരിപാടിയും ചെയ്യാൻ പോണ്ട. വേണ്ടാത്ത പരിപാടിയോ? മുത്തശ്ശി എന്തായി പറയണേ? ഒരു പണി കൊടുക്കണ്ടേ? നമ്മളെ എത്ര വേദനിപ്പിച്ച അവര്, എൻ്റെ അച്ഛനെ ഒക്കെ. ആ വേദനയ്ക്ക് ഒരു തിരിച്ചടി കൊടുക്കണ്ടേ? ഇതാ പറ്റിയ സമയം. ശത്രുവിന്റെ ശത്രു മിത്ര എന്ന് പറയുന്ന കണക്ക് ആരിനെ കയ്യിലെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ആ കുടുംബത്തെ തകർക്കാൻ പറ്റും. ഇനി ഞാൻ അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇത്രയും കാലം അച്ഛനും കൊച്ചച്ഛനും ഒക്കെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇനി ഞാൻ നടത്താൻ പോകുന്നു പറയാം. ഈ സമയം രാജേശ്വരി മോളെ അതൊക്കെ വേണോ? അതൊക്കെ വേണം. നിങ്ങൾക്ക് എന്തറിയാം? ഇതൊക്കെ ഈ സമയത്ത് നടക്കേണ്ട സമയത്ത് നടക്കണം. പിന്നീട് നമുക്ക് ഇങ്ങനെ അവസരം വീണ് കിട്ടിയെന്ന് വരുമല്ല. അതുകൊണ്ട് ഞാനും അലോകേട്ടനും ഒരു കാര്യം തീരുമാനിച്ചു. ആരിനെ അങ്ങോട്ട് കയ്യിലെടുക്കുക. ആരിനെ കയ്യിലെടുത്തിട്ടാ ബാക്കി കാര്യമുള്ളെന്ന്. മുത്തശ്ശി പറഞ്ഞു വേണ്ട മോളെ, ഒന്നുമല്ലേലും നിന്റെ അപ്പച്ചിയല്ലേ അത്. അങ്ങനെ ചെയ്യുന്ന മോശമാണെന്ന് പറഞ്ഞു. എന്ത് മോശം? എനിക്ക് ഒരു മോശമായിട്ട് തോന്നുന്നില്ല. നന്ദിനി അവസാനം ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളായിരുന്നാ മതി. ഞാൻ പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ടാന്ന് പറയാം. പിന്നെ ഈ മിത്രയുടെ അടുത്ത് അവരുടെ കളി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ മിത്ര ആരാന്ന് കാണിച്ചു കൊടുക്കാൻ പോണുള്ളൂ എന്നും പറഞ്ഞ് മിത്ര അങ്ങോട്ട് പോവാ. എന്റെ ഭഗവാൻ, ഇനി എന്തൊക്കെ വിചാരിച്ചായി പെണ്ണ് പോന്നേ. ഇവൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് പണി ഒപ്പിച്ചിട്ടുണ്ട്. അതോടുകൂടി തീർന്നു. വീണ്ടും രണ്ടും തറവാടുകൾ തമ്മിൽ വീണ്ടും അടിയുണ്ടാകാനുള്ള കാരണമാവും. ആര്യന്റെ സ്വഭാവ പെട്ടെന്നും മുറി രണ്ടെന്നും പറഞ്ഞിട്ടാ. ഇവരെ പോലെ ഒന്നും അല്ലാന്ന് പറയണം. നന്ദിനി ശരിയാ. അങ്ങനെ മിത്ര അങ്ങോട്ട് പോവാണ്. ഈ സമയം രാവിലെ എഴുന്നേറ്റ് കുളിയെ കഴിഞ്ഞ് മീനാക്ഷി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുവാണ്. അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ
അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഗോമതി. അപ്പൊ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഗോമതി മൈൻഡ് ചെയ്യാൻ നിൽക്കുവാണ്. പക്ഷെ മീനാക്ഷി വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. മീനാക്ഷിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലോ. ഇവരെന്തൊക്കെ അകൽച്ച കാണിച്ചാലും ഇവരോട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോ സംസാരിച്ചടുത്ത് നിന്നു. അമ്മ ചായ ഉണ്ടാക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. കുറെ സമയം സംസാരിച്ച് കഴിഞ്ഞപ്പം ഗോമതിക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എടുക്കാമെന്നാണ്. വേണ്ട, ഞാൻ എടുത്തോളാന്ന് പറയണം. അല്ല, ആകാശേട്ടനുള്ള ചായ, അവർക്കുള്ള ചായ അവരിങ്ങോട്ട് വന്ന് കുടിച്ചോളും. അങ്ങോട്ട് കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വല്ലാത്ത ശീലങ്ങളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു കേട്ടല്ലോ, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയണം. മീനാക്ഷിക്ക് ആവപ്പാട്ട് സങ്കടമായിപ്പോയി. പക്ഷെ എന്നാലും മീനാക്ഷി വിട്ടു കൊടുക്കാനായിട്ട് അങ്ങോട്ട് തയ്യാറായില്ല. പിന്നീട് പതുക്കെ പോയി മുറിയിലേക്ക് നോക്കി. മുറിയിൽ ആരും ഇല്ല. അപ്പം മനസ്സിലായി ടെറസിലായിരിക്കും കിടന്നുറങ്ങണേ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ 3 പേരും മത്തി അടിക്കുന്നത് പോലെ 3 പേരും കൂടെ കിടക്കുന്നുണ്ട്. ആകാശേണ് നല്ല ഉറക്കുക. വിളിക്കണം. വേണ്ട, പാവം കിടന്നുറങ്ങിക്കോട്ടെ. രാത്രിയിൽ അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ താമസിച്ചായിരിക്കും കിടന്നുറങ്ങിയത്. ഇനി വിളിച്ചിട്ട് എന്നെ പാവത്തിന് ശല്യം ചെയ്യുന്നേ. മീനാക്ഷി ഒന്നും മിണ്ടാതെ താഴേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ബാലൻ അവിടെ നിൽക്കുന്നുണ്ട്. ബാലനെ കണ്ടത് ഗുഡ് മോർണിംഗ് അച്ചാന്ന് പറയണം. ബാലൻ മൈൻഡ് ചെയ്തില്ല. പിന്നീട് അവിടെ ഇരുന്ന് പത്രം എടുത്തങ്ങ് വായിക്കാൻ നോക്കുമ്പോഴത്തേനും ബാലൻ രൂക്ഷമായിട്ട് നോക്കി. പിന്നീട് പറഞ്ഞാലേ, നിന്നെ ഞാൻ ഇവിടെ കയറി താമസിപ്പിച്ച് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്റെ മകൻ കൈ പിടിച്ചുകൊണ്ട് വന്നൊരു പെണ്ണാണെന്ന് കരുതിയാ വഴിയിലിറക്കി വീടണ്ടല്ലോ, ആ ഒരു പരിഗണന തന്നിട്ടാ എന്നും പറഞ്ഞോണ്ട് എന്റെ അടുത്തേക്ക് കൂടുതൽ വർത്താനം പറഞ്ഞിട്ട് വന്നേക്കരുത്. ഇപ്പോഴും എനിക്കിതിനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യം ഇവിടെ നടന്നേ. നിന്നെ ഒരിക്കലും മരുമകളായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ ഇങ്ങോട്ട് കയറി വരുമെന്നോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോയെന്ന് ഞാൻ കരുതിയിട്ടില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ഇപ്പോഴും നിന്നെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാ എൻ്റെ മകന്റെ ഭാര്യ എന്നുള്ള പരിഗണന ഇറക്കി വിടുന്ന മോശമുള്ളതെന്ന് ഓർത്തേണ്ട. അതുകൊണ്ട് കൂടുതൽ നീ എൻ്റെ അടുത്തേക്ക് ഒരു ഷോ കാണിക്കാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് കയറി പോവാ. ഇത് കേട്ടോ മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്നാലും മീനാക്ഷി എടുത്ത് സാരില്ല. ഇപ്പം ഇവരുടെ സ്ഥാനത്ത് ആരാണെങ്കിൽ ഇങ്ങനെയൊക്കെയല്ലേ പറയുള്ളൂ. ഇപ്പൊ തൻ്റെ അച്ഛനും അമ്മയാണല്ലോ എന്തൊക്കെയാ വന്ന് പറഞ്ഞിട്ട് പോയത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലോ, അത് തന്നെ വല്ലാത്തൊരു ഭാഗ്യം. അങ്ങനെ ഒരു ആശ്വാസം മീനാക്ഷി കണ്ടെത്തി. അങ്ങനെ മീനാക്ഷി അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുമ്പോഴാണ് ആകാശ് താഴേക്ക് ഇറങ്ങി വരുന്നേ. ആകാശ് മീനാക്ഷിയെ കണ്ടു ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് മീനാക്ഷി എന്താന്ന് ചോദിക്കല്. ഒന്നുമില്ല. ഈ സമയത്ത് മീനാക്ഷി എന്ത് ചെയ്യുക, അങ്ങോട്ട് കയറി പോകുന്നതിന് ആകാശ് ഇവിടെ നിൽക്കാൻ പറയണേ. എന്താ ആകാശേട്ടാ, ഇനി സംസാരിക്കണമേ? സംസാരിക്കണേ ഇപ്പോഴാ? നല്ല കഥയായിപ്പോയി. എന്ത് സംസാരിക്കണമെന്നാ പറഞ്ഞേ? എനിക്ക് സംസാരിക്കണമെന്ന് പറയാം. അതെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇനി ഇപ്പൊ സംസാരിക്കാൻ പോയിരുന്നത് അച്ഛനും അമ്മയും ആരെങ്കിലും കണ്ടിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അടുത്ത പ്രശ്നം. അല്ലെങ്കിൽ തന്നെ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാ നമ്മളൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചേ. ഒത്തിരി സംസാരിക്കണം, രാത്രി വൈകോളം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് പോയില്ലേ എന്ന് ചോദിക്കാം. നിനക്ക് ദേഷ്യമായോ? എന്നോട് സങ്കടം ഉണ്ടോ? അല്ല, എന്നോട് ദേഷ്യം ഉണ്ടോ മീനാക്ഷി എന്ന് ചോദിക്കാം. ദേഷ്യം ഉണ്ടായിട്ട് കാര്യമില്ല ആകാശേട്ടാ. ആകാശയുടെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നെക്കാളും കൂടുതൽ ടെൻഷൻ ആകാശേട്ടനല്ലേന്ന് ചോദിക്കാം. ഇല്ല, എനിക്കറിയാം. നിന്റെ മനസ്സിൽ ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയെ കാണൂല്ലേ? നിന്റെ വീട്ടിലാണെങ്കിൽ നീ എത്ര സന്തോഷത്തോടു കൂടിയായിരിക്കും. ഇവിടെ വന്നപ്പോൾ നിനക്ക് ആ സന്തോഷമൊന്നും കിട്ടുന്നില്ലല്ലേ? അച്ഛനും അമ്മേനെ കാണാനൊക്കെ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കാം. തോന്നുന്നുണ്ടോന്ന് ചോദിച്ചാൽ തോന്നുന്നുണ്ട്. എന്തിനാ കള്ളത്തരം പറയുന്നേ? പക്ഷേങ്കിൽ ഞാൻ സഹിക്കുക. ഞാനായിട്ടെടുത്ത തീരുമാനമല്ലേ ആകാശേട്ടാ. ഒരു പക്ഷെ ഞാൻ ആ വീട്ടിലായിരുന്നെങ്കിൽ എന്നെ വേറെ കല്യാണം കഴിപ്പിച്ച് കിട്ടാനോ. അതേ ചിലപ്പോൾ എനിക്ക് ജീവിതാവസാനം വരെ എനിക്ക് ദുഃഖമായിരിക്കും. ഇപ്പം എനിക്ക് മനസ്സിനെ അനങ്ങിയ ആളെ കിട്ടി, ആ ഒരു സമാധാനമുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഒരു പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ അവർ വാശിയൊക്കെ വൈരാഗ്യമൊക്കെ വിട്ട് തിരിച്ചു വരുമായിരിക്കും എന്ന് അറിയാം. മീനാക്ഷിയുടെ കണ്ണങ്ങനെ നിറഞ്ഞു വന്നു. ആകാശിന് സങ്കടമായി. ആകാശ് എന്ത് ചെയ്യണം, മീനാക്ഷിനെ തന്നെ ഇങ്ങനെ നോക്കണം. അത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് മീനാക്ഷി എന്ത് ചെയ്യുക, ആകാശിനെ പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ അങ്ങോട്ട് കൊടുക്കണം. ഒരു നിമിഷം ആകാശം ഒന്ന് ഞെട്ടി. അത്രയും പ്രതീക്ഷ കാര്യമില്ല. ഈ ചേട്ടൻ മീനാക്ഷി അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. ആകാശിന് അത് മാത്രം മതിയായിരുന്നു. മനസ്സിന് കുറച്ച് സമാധാനമായി. ഇന്നത്തേക്ക് ഇത് മതി എന്നുള്ള രീതിയിൽ ആകാശ് രാവിലെ കടയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് മീനാക്ഷി നേരെ ആകാശിൻ്റെ അടുത്തേക്ക് വന്നു. എനിക്കൊരു കാര്യം പറയണ്ടേ. എന്താ? അല്ല, ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് വെച്ചു. ജോലിക്ക് പോകുന്നില്ല? അതെന്താ ജോലിക്ക് പോകാത്തെ? അല്ല, ഇന്ന് അറിയാലോ ആരിനെ കാണാനൊന്നും പോകണ്ടേ, ആരിൻ്റെ അടുത്ത് വരെ പോകണ്ടേ. അത് ശരിയാണ്. പക്ഷേ എങ്കിൽ എനിക്ക് കടയിലേക്ക് പോകണം. ഇനി കടയിലേക്ക് പോയില്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലോ? ഒരു കാര്യം ചെയ്യാം, അച്ഛനോടൊന്ന് ചോദിച്ചു നോക്ക്. കടയിലേക്ക് പോകുന്ന അല്ലിച്ച് താമസിച്ച് പോയാലും മതിയോ? നമുക്ക് ആരിനൊന്നും പോയി കാണണ്ടേ? പാവം നമുക്ക് വേണ്ടി അത്ര കൂടെ കഷ്ടപ്പെട്ടല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആകാശം ശരിയാ, നമുക്ക് പോയാലോന്ന് ചോദിക്കണം. അങ്ങനെ ബാലൻ കടയിലേക്ക് പോകാനായിട്ട് നോക്കിയിരുന്നു. പക്ഷെ ബാലന് ആകാശിനെ വിളിക്കോ കടയിലേക്ക് വരാനൊന്നും പറഞ്ഞില്ല. ആകാശിന് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ താൻ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചീത്ത പറയോ അങ്ങനെയൊക്കെ. പിന്നീട് ഗോമതി ആകാശിനോട് ചോദിച്ചു, നീ കടയിൽ പോകുന്നില്ലടാന്ന് ചോദിക്കും. പോകുന്നുണ്ടമ്മേ, എനിക്ക് ആരിനെ കാണാൻ ആരിൻ്റെ അടുത്ത് വരെ പോകണമെന്ന് പറയണം. അതിന് ഗോമതി ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഗോമതി പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ആരിനെ കാണാൻ നീ പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ അവനെ നീ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ നോക്കണം. എങ്കിൽ മാത്രം നിനക്കൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്ന് പറയാം.
ആകാശോട് ഞാൻ നോക്കട്ടെ അമ്മേ, അവന്റെ സ്വഭാവം അറിയാലോ, ഞാൻ വിളിച്ചു നോക്കാം, വരുവാണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അവനെ കാണണമെന്ന് പറയാം എൻ്റെ മോനെ. പിന്നീട് മീനാക്ഷിയെയും കൂട്ടിക്കൊണ്ട് ആകാശം നേരെ ആരിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ആരിൻ്റെ അടുത്ത് ചെന്നപ്പം ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല, നല്ല ഉറക്കമായിരുന്നു കിടന്നുകൊണ്ട്. ആ സമയത്ത് എഴുന്നേറ്റില്ല, കാരണം വീട്ടിലാണെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഭാഗം നല്ല ചൂരക്കഷായം കിട്ടും. അവിടെ സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയായിരുന്നു. ആരും നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ചെന്നപ്പോൾ മീനാക്ഷി പറഞ്ഞു ആൾ എഴുന്നേറ്റിട്ടില്ലാന്ന് തോന്നേ. അപ്പം രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു രാത്രി താമസിച്ച് ഉറങ്ങിയെന്ന് തോന്നേ, അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല കുഞ്ഞേന്ന് വേണം. ശരി, ഞാൻ പോയൊരു കോഫി ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് രാമേട്ടൻ എല്ലാം കാണിച്ചെല്ലാം കൊടുത്തു. അങ്ങനെ കോഫിയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞപ്പം രാമേട്ടൻ ആകാശിനോട് ചോദിച്ചു, അല്ല മോനെ നീ ഇന്ന് കടയിൽ പോണില്ലേന്ന് ചോദിക്കാം. പോണം രാമേട്ടാ. അല്ല അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇനി കടയിലേക്ക് എന്നാ എന്തെങ്കിലും ചീത്ത പറയുമെന്നും അറിയത്തില്ല. മോൻ വിഷമിക്കണ്ട, 2 ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളൂ എന്ന് പറയാം. പിന്നീട് ആകാശ് പോയി ആരിനെ വിളിക്കണം. ആരിനെ വിളിച്ചു കൊണ്ടെത്തി കഴിഞ്ഞ് ആരും കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏട്ടത്തിൽ നിൽക്കുന്ന ഉള്ളാസ് കാപ്പിയൊക്കെ ആയിട്ട് ആഹാ കൊള്ളാലോ. രാവിലെ തന്നെ രണ്ടുപേരും കൂടെ വന്നോന്ന് ചോദിച്ചിട്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ആകാശ് പറഞ്ഞു നീ അങ്ങോട്ട് വാ, അച്ഛനോടെങ്കിലും ദേഷ്യം വെച്ചോണ്ടിരിക്കലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആരും പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാനോ, നല്ല കഥയായിപ്പോയി, എനിക്കാണെങ്കിൽ ഇപ്പോഴാണ് ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്, ഞാൻ ഇങ്ങനെ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം, എൻ്റെ കാര്യം ഓർത്തിട്ട് ടെൻഷൻ അടിക്കണമെന്ന് പറയാം. അതല്ലടാ, നിന്നെ കാണാതെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമാണ്, അമ്മയ്ക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അതാണോ കാര്യം, ഞാൻ അമ്മേനെ ഇടയ്ക്ക് വന്ന് കണ്ടോളാം അമ്മയോട് പറ, അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ. അപ്പോൾ കാണുന്നവരെല്ലാവരും മറക്കാതെ കയറി കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണ് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.